അപ്പോൾ ഗൈസ് നമ്മളിതാ പുറത്ത് പോവാണേ. അതെ ഗൈസ്, നമ്മൾ ചാവക്കാട് ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ ബ്രദർ ജോലി ചെയ്യുന്ന അവിടെ കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയും കുറച്ച് നേരം കയറി കേട്ടോ. അപ്പോൾ അത് അവിടെ നാളെ വെഡ്ഡിങ് ഫംഗ്ഷനൊക്കെ ഉള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളത് അവിടെ അങ്ങനെ വെറുതെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. കാരണം അവിടെ കുറച്ച് നേരം അവിടെ ഇരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടികളൊക്കെ ആ സമയം കൊണ്ട് അവിടെ മൊത്തത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ അങ്ങനെ ഇരുന്നു. അപ്പോൾ റോമോനൊക്കെ അവിടെ ഭയങ്കരമായിട്ട് കളിയിലാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ തന്നെ ചാവക്കാട് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലേറ്റായിരുന്നു. പക്ഷേ ഈ സമയത്താണെങ്കിൽ പോലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഫാമിലി ആയിട്ട് ഇവിടെ വന്നിരിക്കാൻ നല്ല രസമായതുകൊണ്ട് തന്നെ എല്ലാവരും ആ സമയമായതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വെറുതെ അവരെല്ലാവരും കൂടി ഓട്ടമത്സരമൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ആരാ ജയിക്കാന്നൊക്കെ നോക്കാൻ. ഓൾറെഡി എൻ്റെ കാലിന് പണി കിട്ടിയതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് നിന്നില്ല. അപ്പോൾ അതാ ചെറിയൊരു ഞെണ്ടുംകുട്ടിനെയും പിടിച്ചുകൊണ്ട് റിച്ച് ഇത് കാണിക്കാൻ വന്നിട്ടോ. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും എനിക്ക് ഞെണ്ടിൻ്റെ പേടിയാണ് കേട്ടോ. അപ്പം ഞെണ്ടിനെ പേടിയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആ കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പം അവർക്ക് ഇതാ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി, നല്ലതായിട്ട് കളിക്കാൻ പറ്റി. അപ്പം ഞങ്ങളിതങ്ങനെ വെറുതെ ബീച്ചിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വൈബിൽ കാറ്റൊക്കെ കൊണ്ട് നല്ല രസമല്ലേ ഇങ്ങനെ ബീച്ചിലൊക്കെ ഇരിക്കാൻ. ഫാമിലിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി. റോമോനാണെങ്കിൽ ഇതാ മണലിൽ കളിക്കുന്ന എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ തലയിൽ കൂടെ ഒക്കെ വാരിയിടുന്ന പണിയായിരുന്നു മണൽ. പിന്നെ അതാ നല്ല പണിയിലാണ്. മണൽ ഫുള്ള് വാരുക, തലയിൽ കൂടെ ഇടുക. അപ്പം അവരുടെ കൂടെ ഓടി കളിക്കുന്ന തിരക്കിലാണ് കേട്ടോ മൂപ്പര്. സത്യം പറഞ്ഞാൽ കുട്ടികൾക്കാണ് ഏറ്റവും നന്നായിട്ട് മുതലാവുക ഈ ബീച്ചിൽ ഈ നേരമൊക്കെ വന്ന് ഇരിക്കുക എന്ന് പറയണത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ നന്നായിട്ട് ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ സന്തോഷമൊന്നും വേറെ ഇല്ലല്ലോ. അപ്പോൾ അവിടെ കുറേ വെറൈറ്റീസ് ഓഫ് ഇങ്ങനത്തെ ഗെയിം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തന്നെ ബീച്ചിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ ഭക്ഷണം കൂടെ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡിനൊക്കെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാവരും കൂടെ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു അടിപൊളിയായിട്ട് നമ്മൾ വീട്ടിൽ പോയി കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ നമുക്ക് വീണ്ടും കാണാം. അപ്പം പാർട്ട് 2 കാണാം കേട്ടോ.